ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങളുടെ ഭവനത്തിലെത്തുവാനുള്ള സമയത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. വിശ്വാസത്താൽ ഇത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ തേടി ദൈവത്തിന്റെ രക്ഷയുടെ ശക്തിയുള്ള കരം വേഗത്തിൽ ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവം അയക്കുകയാണ്. വിശ്വാസത്തോടെ സ്വീകരിച്ചു കൊള്ളുക. കർത്താവ് കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ, യേശുവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്ന അല്ലെങ്കിൽ പ്രവചനത്തിന് നിവൃത്തി പറയുകയാണ്. 4-ാമത്തെ വാക്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ രക്ഷയായ ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന സമയം, ഇസ്രായേലിലേക്ക് വരുന്ന സമയം, ഇസ്രായേലിൽ പരസ്യശുശ്രൂഷയ്ക്കായി യേശു ഇറങ്ങുന്ന സമയം, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷയിലേക്ക് വരാനായി ദൈവം കരുതി വെച്ച ആ സമയത്തെ പ്രഖ്യാപിക്കുകയാണ് കർത്താവിന് വഴിയൊരുക്കുവാനായി വന്ന യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തരുമ്പോൾ, കാലങ്ങളായി, അനേക വർഷങ്ങളായി നിങ്ങൾ കാത്തിരുന്ന ദൈവത്തിന്റെ വിടുതൽ നിങ്ങളുടെ വീട്ടിലെത്തുവാൻ, ദൈവപുത്രന്റെ രക്ഷ നിങ്ങളുടെ ഭവനത്തിലെത്തുവാൻ ദൈവം വഴികളെ തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിന് വിരോധമായി നിൽക്കുന്ന സകല പ്രതിസന്ധികളും മാറുമെന്ന് എഴുതിയിരിക്കുന്നു. അവന്റെ പാത നിരപ്പാക്കുവിൻ. 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. കർത്താവിന്റെ രക്ഷ നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുവാൻ 2 കാര്യങ്ങൾ. ഒന്ന്, നാം ഹൃദയം തുറന്നു കൊടുക്കണം, പാത ഒരുക്കി കൊടുക്കണം. കടന്നു വരുവാനായി നാം അനുവാദം കൊടുക്കണം, സ്വീകരിക്കണം, നിലവിളിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. എന്റെ രക്ഷയെ കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും, ഞാൻ ഇപ്പോൾ വരും. എന്റെ രക്ഷയെ കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്നാണ് 12-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, കർത്താവിന്റെ വഴി ഒരുക്കുക, പാത നിരപ്പാക്കി കൊടുക്കുക, വാതിൽ തുറന്നു കൊടുക്കുക. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, വാതിൽ തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങളുടെ ഭവനം കർത്താവിനായി തുറന്ന ഭവനമെങ്കിൽ, നിങ്ങളുടെ ഹൃദയം കർത്താവിനായി തുറന്ന ഹൃദയമെങ്കിൽ, കർത്താവ് ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവുകയില്ല. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഇല്ലാതിരിക്കുകയില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി കയറി വന്ന് അത്ഭുതങ്ങളെ ചെയ്യും, നിങ്ങൾ തുറന്നു കൊടുത്താൽ. അപ്പോൾ 1-ാമത്തെ കാര്യം, പാത ഒരുക്കി കൊടുക്കുക. 2-ാമത്തെ വിഷയമാണ്, ദൈവം നിങ്ങൾ പാത ഒരുക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ദുർഘടമായിട്ടുള്ള കാര്യങ്ങളെ ദൈവം നേരിടും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ ഇല്ലയോ? കാരണം ഒത്തിരി പ്രതിബന്ധങ്ങളാ, നാളുകളായിട്ട് കാലങ്ങളായി കിടക്കുന്ന പ്രതിബന്ധങ്ങളാ. കർത്താവ് പറയാണ്, നിങ്ങൾ പാത ഒരുക്കിയാൽ എന്താ സംഭവിക്കുന്നറിയാമോ? എല്ലാ താഴ്വരയും നികന്നു വരും. കഴിഞ്ഞ കാലങ്ങളിലെ താഴ്ചകൾ ഇനി പൊങ്ങി വരികയില്ലെന്ന് പറഞ്ഞ കാര്യം കർത്താവ് പറയാണ്, താഴ്ചകൾ നികന്നു വരും. ഹല്ലേലൂയ. കർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ താഴ്വരകൾ നികന്നു വരും, താഴ്ചകൾ മാറും. 2-ാമത്തെ എഴുതിയിരിക്കുന്നത്, എല്ലാ കുന്നും മലയും താഴും. എല്ലാ മലയും കുന്നും താഴും. ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെ നിൽക്കുന്ന കുന്നുകളെ, മലകളെ ദൈവം താഴ്ത്തും. ഹല്ലേലൂയ. ഈ കാര്യം ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത്, നമ്മളല്ല അത് ചെയ്യുന്നത്, അതിനെ ചെയ്യുന്നത് ദൈവമാണ്. അടുത്തതായി എഴുതിയിരിക്കുന്നത്, ദുർഘടമായത് നിരന്ന വഴിയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്തെ വിഷയമായി പറഞ്ഞു വരുന്നത്, ദുർഘടമായിരിക്കുന്നത് നിരന്ന വഴിയായി മാറും. നാളുകളായി സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, സമാധാനമായി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുക്കാൻ കഴിയാതെ, രമ്യതയിലെത്താൻ കഴിയാതെ, ഐക്യതപ്പെടാൻ കഴിയാതെ, ദൈവത്തിന്റെ ഒരു സൊല്യൂഷൻ വിഷയങ്ങളിൽ എത്താൻ കഴിയാതെ ആകുലപ്പെടുന്നവരോട് കർത്താവ് പറയാണ്, ദുർഘടമായതിനെ കർത്താവ് നിരന്ന വഴിയാക്കി മാറ്റും. എന്നിട്ടോ
ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയെ നിങ്ങൾ കാണാൻ പോകുകയാണ്. യെശയ്യാപ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ് ഈ യോഹന്നാൻ സ്നാപകൻ എടുത്തുദ്ധരിക്കുന്നത്. എന്താണ് യെശയ്യാ പ്രവചിച്ചത്? 40-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മരുഭൂമിയിൽ വിളിച്ചു പറയുകയാണ്. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും സാഹചര്യവും ആരും കയറി ചെല്ലാത്ത നിർജ്ജന പ്രദേശമാണ്, മരുഭൂമിയാണ്. അവിടെ നിങ്ങൾ കർത്താവിനൊരു വഴി തുറന്നു കൊടുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ. അടുത്തത്: എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജനം ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, അങ്ങനെ പാത ഒരുക്കി കൊടുക്കുമ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ. മരുഭൂമിയിൽ മഹത്വം വെളിപ്പെടുമോ? വെളിപ്പെടുമെന്നേ. പാത കർത്താവിന് വേണ്ടി പാത തുറന്നു കൊടുത്താൽ മഹത്വം വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വം മരുഭൂമിയിൽ വെളിപ്പെടാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ, ഏറ്റവും ചൂടേറിയ മരുഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ പ്രവചന സന്ദേശത്തിൽ പറയുന്നത്. സകല ജനവും ഒരുപോലെ ദൈവത്തിന്റെ രക്ഷയെ കാണും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്ത് പ്രവേശിക്കട്ടെ. ദൈവത്തിന്റെ വെളിച്ചം വന്ന് മഹത്വം വെളിപ്പെടുത്തട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങളുടെ കുടുംബത്തെ വിട്ട് മാറിപ്പോകട്ടെ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. എല്ലാ ദുർഘടങ്ങളെയും കർത്താവ് നിരപ്പാക്കും. വളഞ്ഞതിനെ ചൊവ്വാക്കി ദൈവം തീർക്കും. ഹല്ലേലൂയ. ഒരിക്കലും മെരുങ്ങയില്ലെന്ന് പറഞ്ഞ പ്രശ്നങ്ങളെ ദൈവം നിങ്ങളുടെ കാൽക്കീഴെ നിരപ്പാക്കി തരും. എല്ലാ താഴ്വരകളും താഴ്ചകളും ഉയർന്നു നികന്നു വരും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന രക്ഷയെ അനേകർ കാണത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷയുടെ വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ, ആമേൻ. പ്രവാചകൻ പറയുന്ന രക്ഷയുടെ ഉറവകളിൽ നിന്ന് അവർ വെള്ളം കോരും. ആമേൻ. രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, പാപം മോചിക്കുവാൻ, ഉദ്ധരിക്കുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ പ്രാപ്തനായ ദൈവത്തിന്റെ പുത്രന്റെ അടുക്കൽ നിന്ന് രക്ഷയുടെ വെള്ളം നിങ്ങൾ കോരും. തൃപ്തി വരും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ. നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തട്ടെ. ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കട്ടെ. ഹല്ലേലൂയ. കോരശിനോട് ദൈവം പറഞ്ഞൊരു കാര്യം യെശയ്യാപ്രവാചക പുസ്തകം 45-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, താമ്ര കഥകളെ തകർത്തുകളയും, മറവിടങ്ങളെ ഗുപ്ത നീതികളെ ഞാൻ നിനക്കൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ രക്ഷ വരുമ്പോൾ ദൈവം കരുതിയ നന്മകളുടെ ഒരു പാക്കേജാണത്. ഇന്ന് വരെ ലോകം കാണാത്ത, സമൂഹം കാണാത്ത, മറ്റുള്ളവർ കാണാത്ത അസൂയാവഹമാ, മറ്റുള്ളവർക്ക് അസൂയപ്പെടുമാറ്, അതിശയിക്കുമാറ് ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ആ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. യേശു വരുമ്പോൾ എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കുമെന്നും കർത്താവിന് വേണ്ടി ഞങ്ങൾ വഴി തുറന്നു കൊടുത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷ വെളിപ്പെടുമെന്ന് ഞങ്ങൾ സ്വീകരിക്കുക. ആ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ആ ദൈവിക രക്ഷ ഇന്നത്തെ ദിവസം കാണുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴികൾ തുറന്നിരിക്കുന്നത് കാണുവാൻ ഇടയാകട്ടെ. അത്ഭുത കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവെ, കിടക്കയിലുള്ള രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കർത്താവ് ഞെരുക്കുന്ന ശക്തികൾ കുടുംബത്തെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശപ്പെടുത്തി തളർത്തി കിടത്തി കളയുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ശക്തിയുള്ള കരം കർത്താവെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. വലിയ കടഭാരം കർത്താവെ ദുർഘടമായി നിൽക്കുന്നു, പർവ്വതം പോലെ, മല പോലെ നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സമഭൂമിയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സോൾവ് ആകട്ടെ. കർത്താവെ, ഒരു അത്ഭുത രക്ഷ നിന്റെ മക്കൾ കാണട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല ജനം ഒരുപോലെ ദൈവത്തിന്റെ രക്ഷയെ കാണുമെന്ന് പറയുന്നത് പോലെ എല്ലാവരും അറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ രക്ഷയും മക്കൾ അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന് വഴിയൊരുക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന്റെ രക്ഷയെ നിങ്ങൾ കാണും. ദൈവം മഹത്വത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്ലോറിയസ് ഡേ.